പശ്ചിമേഷ്യ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോര് മുമ്പെങ്ങുമില്ലാത്ത വിധം രൂക്ഷമായിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായ അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഒരു ജനത എങ്ങനെയാണ് തങ്ങളുടെ മാതൃഭൂമിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് എന്നതിന്റെ ഊർജ്ജസ്വലമായ കാഴ്ചയാണ് ഇന്ന് ഇറാനിൽ കാണാൻ സാധിക്കുന്നത്. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശ മോഹങ്ങളും ഒരു ജനതയുടെ ആത്മാഭിമാനവും തമ്മിലുള്ള നേർക്കുനേരുള്ള പോരാട്ടമാണ്. ഏപ്രിൽ 7 രാത്രിയോടെ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം നിലനിൽക്കെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതീകാത്മകവും പ്രായോഗികമായ പ്രതിരോധമാണ് ഇറാനിൽ നടക്കുന്നത്. തോക്കുകൾക്കോ മിസൈലുകൾക്കോ തകർക്കാൻ കഴിയാത്ത മനുഷ്യകവചം തീർത്ത് തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കുകയാണ് ഇറാനിയൻ യുവത. രാജ്യത്തെ പ്രധാന വൈദ്യുത നിലയങ്ങൾ, ഡാമുകൾ, പാലങ്ങൾ, എണ്ണ ശുദ്ധീകരണ ശാലകൾ എന്നിവയ്ക്ക് ചുറ്റും കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും കലാകാരന്മാരും കായിക താരങ്ങളും ലോകത്തിന് നൽകുന്നത് ഒരേ ഒരു സന്ദേശമാണ്: ഈ മണ്ണ് ഞങ്ങളുടേതാണ്, ഇതിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അത്യാധുനിക ആയുധങ്ങളെക്കാൾ വലിയ കരുത്ത് ജനതയുടെ ഐക്യമാണെന്ന് ഇറാൻ തെളിയിക്കുന്നു. അമേരിക്കയുടെ പക്കൽ ലേസർ നിയന്ത്രിത ബോംബുകളും സ്റ്റെൽത്ത് വിമാനങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ സ്വന്തം രാജ്യത്തിനായി ജീവൻ നൽകാൻ തയ്യാറായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് മുന്നിൽ ആ സാങ്കേതിക വിദ്യകൾ പലപ്പോഴും നിഷ്പ്രഭമാകുന്നു. ജനീവ കൺവെൻഷനുകൾ പ്രകാരം സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നത് യുദ്ധക്കുറ്റമാണ്. ഈ നിയമത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇറാനിയൻ ജനത തങ്ങളുടെ ശരീരങ്ങളെ പ്രതിരോധ മതിലുകളാക്കി മാറ്റിയിരിക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ച 45 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ തള്ളിക്കളഞ്ഞത് ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ നിലപാട് വെറും വാശിയല്ല, മറിച്ച് അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു ജനതയുടെ അവകാശ പ്രഖ്യാപനമാണ്. വെറും ഒരു താൽക്കാലിക ആശ്വാസമല്ല, മറിച്ച് മേഖലയിൽ ശാശ്വതമായ സമാധാനം പുലരുന്നതിനായി 10 പോയിന്റുകൾ അടങ്ങുന്ന വ്യക്തമായ ചർച്ചാരേഖയാണ് ഇറാൻ ഇപ്പോൾ ആഗോള സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത്. ഈ രേഖയിലെ പ്രധാന ആവശ്യങ്ങൾ ഇവയാണ്: പശ്ചിമേഷ്യയിലെ എല്ലാ വിദേശ സൈനിക സാന്നിധ്യവും അവസാനിപ്പിക്കുക. ഹോർമുസ് കടലിടുക്കിനായുള്ള സുരക്ഷിതമായ കപ്പൽ ഗതാഗതത്തിന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട വ്യക്തമായ പ്രോട്ടോകോൾ രൂപീകരിക്കുക. ഇറാൻ ജനതയുടെ സാമ്പത്തിക നട്ടലൊടിക്കുന്ന ഏകപക്ഷീയമായ ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുക. ദശകങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾ കാരണം തകർന്നടിഞ്ഞ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണത്തിന് രാജ്യാന്തര പ്രതിബദ്ധത ഉറപ്പാക്കുക. ഇറാനിയൻ ജനതയുടെ പരമാധികാരത്തെയും സാംസ്കാരിക സമത്വത്തെയും മാനിക്കുക. തങ്ങളുടെ പരമാധികാരത്തെ മാനിക്കണമെന്ന ഇറാന്റെ ഈ ആവശ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തികച്ചും യുക്തിസഹമാണ്. എന്നാൽ ഈ നയതന്ത്ര നീക്കങ്ങളോട് മാന്യമായി പ്രതികരിക്കുന്നതിന് പകരം നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന തരത്തിലുള്ള ഭീഷണികളാണ് വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തു വരുന്നത്. ഒരു പരമാധികാര രാഷ്ട്രത്തെ മുഴുവൻ ഇരുട്ടിലാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന കേവലം ഒരു രാഷ്ട്രീയ വാചകം എന്നതിനപ്പുറം ആഗോള മനുഷ്യാവകാശ ലംഘനമാണ്. വൈദ്യുത നിലയങ്ങളെ ആക്രമിക്കുമെന്ന് പറയുന്നതിലൂടെ ആശുപത്രികൾ, സ്കൂളുകൾ, കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ എന്നിവയാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. മുൻകാലങ്ങളിൽ അമേരിക്കയുമായി നടത്തിയ ചർച്ചകൾക്കിടയിലും തങ്ങളുടെ മണ്ണിൽ ബോംബാക്രമണം നടന്ന് കൈപ്പേറിയ ചരിത്രം ഇറാനുണ്ട്. അതിനാൽ തന്നെ അമേരിക്കയുടെ വാഗ്ദാനങ്ങളെ വിശ്വസിക്കാൻ ഇറാൻ തയ്യാറല്ല. വെറും ഒരു വെടിനിർത്തലിലൂടെ സമയം നീട്ടിക്കൊണ്ടു പോകുന്നതിന് പകരം ഭാവിയിൽ സമാനമായ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന കൃത്യമായ രാജ്യാന്തര ഉറപ്പാണ് ഇറാൻ തേടുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പടർത്തി ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താൻ പാശ്ചാത്യ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോഴും സാധാരണക്കാരായ ഇറാനികൾക്കിടയിലുള്ള ഐക്യം ആ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുന്നു. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങളും സൈനിക നീക്കങ്ങളും നിലനിൽക്കെ തന്നെ സ്വന്തം മണ്ണിൽ ഉറച്ചുനിന്ന് പോരാടാൻ ഇറാനിയൻ യുവാക്കൾ കാണിക്കുന്ന വീര്യം അമേരിക്കയുടെ ടോമോഹോക്ക് മിസൈലുകളെക്കാൾ കരുത്തുള്ളതാണെന്ന് ഇത് തെളിയിക്കുന്നു. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെയും ആണവ പരീക്ഷണങ്ങളുടെയും പേരിൽ ഇറാനെ ലോകത്തിന് മുന്നിൽ ഒരു യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെയും ആണവ പരീക്ഷണങ്ങളുടെയും പേരിൽ ഇറാനെ ലോകത്തിന് മുന്നിൽ ഒരു ഭീകര രാഷ്ട്രമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ തോൽപ്പിക്കാൻ ആയുധങ്ങൾക്ക് കഴിയില്ലെന്ന് ചരിത്രം പറയുന്നു. ദശാബ്ദങ്ങളായി തുടരുന്ന ക്രൂരമായ സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും പ്രതിരോധ രംഗത്തും ഇറാൻ കൈവരിച്ച നേട്ടങ്ങൾ വിസ്മയകരമാണ്. പട്ടിണിപ്പാവങ്ങളുടെ രാജ്യമെന്ന് വിശേഷിപ്പിച്ചവർക്ക് മുന്നിൽ തദ്ദേശീയമായി നിർമ്മിച്ച ഉപഗ്രഹങ്ങളും മിസൈലുകളും സാങ്കേതിക വിദ്യകളും കൊണ്ട് ഇറാൻ മറുപടി നൽകി. ഇറാനിലെ യുവാക്കൾ രൂപീകരിച്ചിരിക്കുന്ന ശോഭനമായ ഭാവിക്കായുള്ള മനുഷ്യ ശൃംഖല കേവലം ഒരു പ്രതീകാത്മക പ്രതിഷേധമല്ല, അത് ലോകമെമ്പാടുമുള്ള അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്കും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകൾക്കും പുതിയൊരു ഇന്ധനമാണ് പകരുന്നത്. ഇറാനിയൻ ജനത സ്വതന്ത്രമായി കഷ്ടപ്പെടാൻ തയ്യാറാണെന്നും നിലവിലെ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് അവകാശപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ ആ ജനത ആഗ്രഹിക്കുന്നത് വിദേശ ശക്തികളുടെ അടിച്ചേൽപ്പിക്കലുകൾ ഇല്ലാത്ത ഒരു അന്തരീക്ഷമാണ്. പശ്ചിമേഷ്യയിലെ സമാധാനം തകർക്കുന്നത് ആരാണെന്ന ചോദ്യം ആഗോള തലത്തിൽ ഉയരുന്നുണ്ട്. ഇസ്രയേലിനെ കൂട്ടുപിടിച്ച് ഇറാനിലെ പെട്രോകെമിക്കൽ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ വധിക്കുന്നതും സമാധാനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളല്ല. ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കണമെന്ന ആവശ്യത്തിന് പിന്നാലെ യഥാർത്ഥ ലക്ഷ്യം
ആഗോള എണ്ണ വിപണിയിലെ തടസ്സമില്ലാത്ത ലാഭമാണ്. ഈ സാമ്പത്തിക താൽപര്യങ്ങൾക്കായി ഒരു ജനതയെ മുഴുവൻ കുരുതി കൊടുക്കാൻ മടിയില്ലാത്ത ശക്തികൾക്ക് മുന്നിൽ സ്വന്തം വിഭവങ്ങൾ സംരക്ഷിക്കാനുള്ള ഇറാന്റെ നിലപാട് അങ്ങേയറ്റം ധീരമാണ്. ഇറാനിലെ തെരുവുകളിൽ ഇന്ന് മുഴങ്ങുന്നത് വിദേശ കടന്നുകയറ്റങ്ങൾക്കും ഉപരോധങ്ങൾക്കും ഒരു ജനതയുടെ സ്വപ്നങ്ങളെ തടയാനാവില്ലെന്ന പ്രഖ്യാപനവുമാണ്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം ഒരു ആഗോള യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാവുന്ന സാഹചര്യത്തിലും സ്വന്തം മണ്ണിൽ ഓരോ അണുവിലും വേണ്ടി കാവൽ നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ ലോകത്തിന് മുന്നിൽ ചെറുത്തുനിൽപ്പിന്റെ പുതിയൊരു പാഠപുസ്തകമായി മാറുകയാണ്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മറുപടിയായി ഇറാൻ ഉയർത്തുന്ന ഈ മനുഷ്യച്ചങ്ങല തകർക്കാൻ ഒരു ബോംബിനും കഴിയില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഇറാന്റെ പോരാട്ടം കേവലം ഒരു രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷണമല്ല, മറിച്ച് ലോകത്തെ ഒരു ചെറുകിട രാഷ്ട്രങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ആഗോള രാഷ്ട്രീയത്തിന് ഗതി മാറ്റും. യുദ്ധത്തെക്കാൾ സമാധാനത്തിനും ഭീഷണികളെക്കാൾ ചർച്ചകൾക്കും പ്രാധാന്യം നൽകാൻ ലോകശക്തികൾ തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്.